ഹലോ അനു, നീ എന്താ ഫോൺ എടുക്കാത്ത? ഞാൻ എത്രയും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞില്ലേ? അതറിഞ്ഞ നിമിഷം മുതൽ ഞാൻ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ എന്തായാലും ഞാൻ നാളെ കൊച്ചിയിലെത്തും. ഡോക്ടർ ശരത്ത് എൻ്റെ ഒരു ഫ്രണ്ടാ. ആരും അറിയില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. You mean abortion? യെസ്, അല്ലാതെ മറ്റു വഴികളില്ലല്ലോ. എത്ര മാസം ഒളിപ്പിക്കാനാവും? അതുമാത്രമല്ല, ഒരു രോഗിയായ ഹരിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും ഇത്. എനിക്കറിയാം, നിനക്ക് നിന്റെ ആ മുറപ്പെണ്ണിനെയും കെട്ടി സുഖമായി ജീവിക്കണം. എല്ലാ ജാരന്മാരും അവസാനം കൈ കഴുകുന്ന അറിഞ്ഞിട്ടും പിന്നെയും എന്നെ പോലുള്ളവർ വലയിൽ വീണുകൊണ്ടേയിരിക്കും. ബട്ട് there is a business. What do you mean? ഹരി ഏത് നിമിഷവും മരണപ്പെട്ടേക്കാവുന്ന സ്റ്റേജിലാണ്. എനിക്കിപ്പോൾ ആവശ്യം ഹരിയുടെ പേരുള്ള ഒരു കുഞ്ഞാണ്, ഹരിയുടെ സ്വത്തുക്കളുടെ ഏക അവകാശി. അനു, നീ എന്തായി പറഞ്ഞു വരുന്നത്? നിനക്ക് തീരുമാനിക്കാം. എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് നഷ്ടപ്പെടുന്നത് നിന്റെ ആ പ്രണയം മാത്രം. പകരം നിനക്ക് ലഭിക്കുന്നത് 3 സൗഭാഗ്യങ്ങൾ. എൻ്റെ കൂടെയുള്ളൊരു ജീവിതം, നിന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ്, പിന്നെ ജീവിതകാലം മുഴുവൻ സുഖിച്ച് കഴിയാനായി ഹരിയുടെ സ്വത്തുക്കൾ. അനു, ഹലോ. അനു, ഒന്നിങ്ങ് വന്നേ. ഏയ്, വേറെ അറിയോ? സാം വിളിച്ചിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. ഡോക്ടർ ചെറിയാൻ ഫിലിപ്പ് അമേരിക്കയിൽ നിന്ന് വരുന്നു. ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിലേക്ക്. നിനക്കറിയോ, നമ്മൾ പോലും അറിയാതെ എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് സാം അയാൾക്ക് മെയിൽ ചെയ്തിരുന്നു അത്രേ. എന്നെ കാണാൻ ഡോക്ടർ താല്പര്യം പ്രകടിപ്പിച്ചു. സാം കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ഒരകന്ന ബന്ധുവാ ഈ ഡോക്ടർ. ആളെക്കുറിച്ച് ഞാനും ധാരാളം കേട്ടിട്ടുണ്ട്. ഐ ഹേർഡ് ഹീ ഈസ് എക്സ്ട്രീംലി ബ്രില്യൻറ്റ്. എല്ലാം നന്നായി വരും. എനിക്കും ഒരു പ്രതീക്ഷ പോലെ. എന്താ സാമിന്റെ പ്ലാൻ? സ്പീക്ക് അപ്പ് സാം. എനിക്ക് നിന്നെ വേണ്ട, എന്റെ കുഞ്ഞിനെ വേണ്ട, പിന്നെ ഹരിയുടെ സ്വത്തും വേണ്ട. അനുരാധ, നീ കൺഫ്യൂഷനിലാണ്. ഭർത്താവിന്റെ രോഗത്തിനും ജാരന്റെ ഗർഭത്തിനും ഇടയിലുള്ള വീർപ്പുമുട്ടലിൽ. വേർ ആർ യു ഹെഡിങ് ടു? എനിക്ക് തീരെ സുഖമില്ല. നല്ല പെയിൻ. ഒന്നിവിടെ വരെ വരൂ. സ്വയം വരുത്തി വെച്ചതല്ലേ, തന്നെത്താനങ്ങ് അനുഭവിച്ചോ? ഹലോ. മാതാവേ, ഞാൻ പേരൊന്നും ചെയ്തില്ലല്ലോ. എന്നെ കൈവിടല്ലേ. സിസ്റ്ററെ,
ഡോക്ടർ, എനിക്ക് എന്താ എന്തു പറ്റി? പെട്ടെന്ന് ഭയങ്കര വേദന. ഞാൻ വരാം അങ്ങോട്ട്. വേണ്ട, ഞാനിപ്പം കാറില്ല. ഞാനങ്ങോട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കോളാം. ഹലോ ഹലോ ഡോക്ടർ. ഡോക്ടർ, ഫ്ലൂയിഡ് ലീക്ക് ആയിട്ടുണ്ട്. ഡോക്ടർ, എനിക്ക് എന്താ ഇത്? ഒരപേക്ഷയുണ്ട് ഡോക്ടർ. ജീവിച്ച ഞങ്ങൾ രണ്ടുപേരും, മറിച്ചെന്തെങ്കിലും സംഭവിച്ച അതോ അങ്ങനെ മതി. Don't be upset. ധൈര്യമായിട്ടിരിക്ക്. ഒന്നും സംഭവിക്കില്ല. പൊക്കിൾക്കൊടിയിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ വേർപെടുത്തുമ്പോൾ ഭൂമിയിലും സ്വർഗത്തിലും മാലാഖമാരുടെ വിശുദ്ധ വചനങ്ങളുടെ അശരീരി അവർ കേട്ടിരിക്കാം. അനന്തരം ചെമ്മരിയാടിൻ പറ്റങ്ങളുടെ താഴ്വാരം പോലെ വിശാലമായ ഹൃദയത്തിൽ നിന്നും അവർ മെല്ലെ തൻ്റെ കുഞ്ഞിനെ വിളിച്ചു. സാമുവൽ, കർത്താവിനോട് ചോദിച്ചു വാങ്ങിയവൻ. മൂപ്പരിപ്പോ വിളിക്കാറൊന്നുമില്ലല്ലോ. അല്ല, വിളിച്ചാൽ തന്നെ എന്നോട് പറഞ്ഞാൽ മതി. ആ എന്നിട്ട് ഒരു 100 രൂപ എടുത്തേ. എന്തിനാ? ആ സിസ്റ്ററെ പ്രസവിച്ചു. അന്ന് വച്ച പണ്ടേ നീ മറന്നോ? കുട്ടിയെ ആണാ. ആഹാ, എന്നാലും ഇതെങ്ങനെ കൃത്യമായി പറഞ്ഞു? എടാ, ഒരു ഗർഭിണിയുടെ വയറ് കണ്ടാൽ ഞാൻ കൃത്യമായിട്ട് പറയും അതാണാണോ പെണ്ണാണോ എന്ന്. ഇനി ഈ ഗർഭത്തിന് പറ്റുണ്ടോ? ബെറ്റ്. ബാ ബാ. ഈ സിസ്റ്റർ ഒരു സംഭവം തന്നെയാ. ശ്വേതാമേനോൻ പ്രസവിച്ചപ്പോ പോലെ ഇത്രയ്ക്ക് പുകിലുണ്ടായിട്ടില്ല അല്ലേ? കണ്ടോ, സിസ്റ്ററിന്റെ പ്രസവ വാർത്തയായിരിക്കും ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്. വിവാദങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ മുൻപ് കന്യാസ്ത്രീയായിരുന്ന ജാസ്മിൻ ജെനിഫർ പ്രസവിച്ചു. ഇന്ന് പുലർച്ചെ 4:30 ജനനം. ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരിക്കാൻ ജാസ്മിൻ ജെനിഫറിന്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടെയുണ്ട്. പറയൂ സാർ, എങ്ങനെ കാണുന്നു ഈ പ്രസവത്തെ? പ്രസവം പ്രശ്നം തന്നെ. കാരണം എല്ലാ കാര്യത്തിലും പണ്ട് മുതലേ അവൾ തനിച്ചായിരുന്നു തീരുമാനമെടുത്തിരുന്നത്. അന്ന് ഞങ്ങളൊരു കല്യാണത്തിന് നിർബന്ധിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് കർത്താവിൻ്റെ മണവാട്ടിയാകണമെന്ന്. അങ്ങനെ കന്യാസ്ത്രീയായി. പിന്നെ പറഞ്ഞു ആ കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ച് അവൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകണമെന്ന്. ഇപ്പോൾ രാത്രി തനിച്ച് കാറോടിച്ചു വന്ന് പ്രസവിച്ചെന്നും കേട്ടു. എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ എത്ര എതിർപ്പുകൾ ഉണ്ടായിരുന്നാലും ഇത്തരം ഒരു ഘട്ടത്തിൽ സഹായിക്കാൻ ഞങ്ങളുണ്ടാകുമായിരുന്നല്ലോ. ആ, എല്ലാം തന്നിഷ്ടം, അല്ലാതെ എന്താ പറയാ. ക്യാമറ എടുക്കുവാ. ഡോക്ടർ, ജാസ്മിൻ ജെനിഫർ പ്രസവിച്ചെന്നറിഞ്ഞു. ഞങ്ങൾക്ക് അവരുടെ വിഷ്വൽസ് എടുക്കാൻ കഴിയുമോ? സോറി, ഇപ്പൊ ബുദ്ധിമുട്ടാ. കാരണം
അമ്മയും കുഞ്ഞും പ്രസവശേഷമുള്ള ഒബ്സർവേഷനിലാണ്. നിങ്ങൾക്കൊരു 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. എന്നിട്ട് അവർക്കൂടെ സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. കാരണം ഈ പ്രസവവും അതിനുശേഷമുള്ള പ്രദർശനമൊക്കെ അവരുടെ മാത്രം സ്വകാര്യമായിട്ട് തീരുമാനങ്ങളാണ്. ഐ ഹാവ് ലിമിറ്റേഷൻസ്. ഓക്കെ. മരുന്നുകളൊക്കെ എഫക്റ്റീവായി പ്രവർത്തിക്കുന്നത് അറിയാനുണ്ട്. സ്പൈനൽ നെർവിലെ നമ്മളെ പേടിപ്പിച്ച ഇൻഫെക്ഷൻ ഉണ്ടല്ലോ, അത് പൂർണ്ണമായി ഒഴിഞ്ഞു. യു ക്യാൻ സേ ഇറ്റ്സ് എ ന്യൂ ലൈഫ്. ജീവിതത്തെ ശരിക്കും തിരിച്ചു പിടിച്ചു. പിന്നെ ഫിസിയോതെറപ്പി കണ്ടിന്യൂ ചെയ്യണം. ഏരിയ ഒരു 2 മാസം. എണീറ്റ് നടക്കും താൻ പഴയതുപോലെ. എന്നിട്ട് വീണ്ടും പറക്കാം, ജസ്റ്റ് ലൈക്ക് യുവർ ഫേവറേറ്റ് ഷൂമാക്കർ. മനസ്സിന് ധൈര്യവും ആത്മവിശ്വാസവും കൊടുക്കണം. നല്ല സ്നേഹവും സമാധാനവും. അതൊക്കെ ഹരിയുടെ കോൺഫിഡൻസ് കൂട്ടും. സി, മരുന്നുകളെ പോലെ അതിനും പ്രാധാന്യമുണ്ട്. ഓക്കെ? എനിക്കിപ്പോൾ കൺഫ്യൂഷനില്ല. ഞാനും ഇപ്പോൾ ഹരി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാം. ഞങ്ങൾക്കിടയിൽ ഇനി അസ്വസ്ഥമാക്കുന്ന ഒന്നും തന്നെ ഉണ്ടാകരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കണം. ഭ്രൂണത്തിന്റെ വളർച്ച ശരിയായ രീതിയിലല്ല എങ്കിൽ, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള എന്തെങ്കിലും അസുഖം ഗർഭം ധരിച്ച മാതാവിനുണ്ടെങ്കിൽ, ഇത് രണ്ടും അല്ലെങ്കിൽ ഗർഭധാരണത്തിന് കാരണം ഒരു റേപ്പാണെങ്കിൽ ഗർഭം അലസിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ വ്യവസ്ഥയുണ്ട്. 4 മുതൽ 8 ആഴ്ച വരെ പ്രായമുള്ള പ്രഗ്നൻസി ആണെങ്കിൽ മെഡിക്കലി ടെർമിനേറ്റ് ചെയ്യാവുന്ന ഏതെങ്കിലും പിൽസ് കഴിച്ചിട്ട്. ഇനി 8 മുതൽ 12 ആഴ്ച വരെ ആണെങ്കിൽ സർജിക്കൽ ടെർമിനേഷൻ, അതായത് ഇപ്പൊ കണ്ട പോലെ ഒരു ക്ലീനിങ് പ്രോസസ്. അങ്ങനെ പല രീതികൾ. ഞെട്ടിപ്പിക്കുന്നതും അവിശ്വസനീയവുമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അബോർഷനുകളുടെ കണക്ക്. ബട്ട് ഐ പേഴ്സണലി നോട്ട് എൻകറേജ് ആൻഡ് നെവർ ഡൺ ദിസ് ഇയർ. എനിക്ക് നിങ്ങളുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാവും. ജാരൻ നിങ്ങളെ കൈവിട്ടിരിക്കുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഭർത്താവ്. ഇതാണ് നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട്. ഇനി മറ്റെവിടെയെങ്കിലും പോയി നിങ്ങൾ അബോർട്ട് ചെയ്യാൻ തീരുമാനിച്ചാലും ബലി കൊടുക്കേണ്ടി വരുന്നത് ഇപ്പൊ മോണിറ്ററി കണ്ട പോലെ ഒരു ജീവനല്ല, ഇരട്ട കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ ഗർഭപാത്രത്തിൽ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും, നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ എത്ര രൂക്ഷമായാലും, 2 ജീവനുകളെയാണ് നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് ചുരണ്ടിക്കളയാൻ നിങ്ങൾ ആഗ്രഹിച്ചത്. നിയമം മാത്രമല്ല, മനുഷ്യത്വയുടെ വിഷയമാണ്. ആലോചിക്കണം.
എന്താ മോളേത്? ഡോക്ടർ പറഞ്ഞേക്ക് മറന്നോ? ഇതൊക്കെ മോളുടെ ശരീരത്തിന് കേടാന്ന്. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട സമയല്ലേ? ഏയ്, എവിടെ പോവാ? ഈ മരുന്ന് കഴിക്ക്. അയ്യോ എനിക്കൊന്നും വേണ്ട. അതങ്ങോട്ട് കഴിക്കുമ്പോ എന്തൊരു ചവർപ്പാണെന്നറിയോ? അയ്യോ, അങ്ങനെ പറയല്ലേ മോളെ. അനുസരിക്ക്. ഒന്നുമില്ലെങ്കിലും ഞാൻ മോളുടെ അമ്മയെ പോലെയല്ലേ? അമ്മയെ പോലെയല്ലേ? അമ്മയൊന്നല്ലല്ലോ. പിന്നെ എന്റെ അമ്മ എന്നോട് ഇങ്ങനെ സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ആന്റിയും കൂടുതൽ സ്നേഹമൊന്നും കാണിക്കണ്ട. ഈ കുട്ടിയുടെ ഒരു കാര്യം, ഇങ്ങനെ വാശി പിടിക്കാൻ പാടുണ്ടോ മോളെ? നല്ല കുട്ടിയായിട്ട് ഈ മരുന്ന് കഴിച്ചേ. ഡോക്ടറുകൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ആ ആ സൈറ മോളെ, സൈറ എന്താ ഇത്? സിഗരറ്റ് സ്മോക്കിംഗ്. നീ ഈ പ്രായത്തിൽ ഇതും ശീലിച്ചോ? നീ ഒരു പെൺകുട്ടിയല്ലേ? എന്താ, പെൺകുട്ടികൾക്ക് ഇതൊന്നും പാടില്ലേ? സാധാരണ പെൺകുട്ടികൾ ഇതൊന്നും ചെയ്യാറില്ല. അതിന് ഞാൻ സാധാരണ പെൺകുട്ടിയാണെന്ന് ആന്റിയോട് ആര് പറഞ്ഞു? സാധാരണ പെൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ വയറ്റിലുണ്ടാവോ? മതി, എന്തു പറഞ്ഞാലും ഒരു തർക്കത്തിന് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. വെറുതെ അല്ല. സൈറ, നിന്റെ ശരീരത്തിന് എത്ര ദോഷാണെന്നറിയോ നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അതൊക്കെ എഫക്ട് ചെയ്യാ. നീ തിന്നുന്നത് ആ കുഞ്ഞിന്റെ ഭക്ഷണം. നീ ചിന്തിക്കുന്നതിന്റെയും പ്രവർത്തിക്കുന്നതിന്റെയും റിസൾട്ട് ആയിരിക്കും ആ കുഞ്ഞിന്റെ സ്വഭാവം. അപ്പൊ അതാണ് കാര്യം. എനിക്കറിയാം, സെൽഫിഷ് പീപ്പിൾ. Bastard. എനിക്ക് വെറുപ്പ എല്ലാരോടും. All of you. ഞാനിതിന് നിന്നെ കുറ്റപ്പെടുത്തു. ഒരു MSWക്കാരി സോഷ്യൽ ആനിമലിനോട് ബിഹേവ് ചെയ്യുന്ന അത്രയെങ്കിലും നിനക്ക് അവളോട് കാണിക്കാമായിരുന്നു. അവളുടെ പ്രായം, ഇപ്പോഴത്തെ സ്റ്റേജിലെ അവളുടെ മാനസികാവസ്ഥ, വളരെ ബോൾഡാണെന്ന് സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ അവൾ കാണിക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. അവളുടെ ഉള്ളിൽ ആരും അറിയാതെ ഒരു കടലിരുമ്പുന്നുണ്ടെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് തോന്നിയായിരുന്നു. ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും മഹത്തരമായ ചുംബനം ഏതാണെന്ന് അറിയാമോ നിനക്ക്? സൂര്യകാന്തി പൂക്കൾക്ക് നടുവിലിരുന്ന് ഒരു കാമുകൻ കാമുകിക്ക് നൽകുന്ന ആദ്യ ചുംബനമല്ലാതെ ഭർത്തൃജടത്തിന്റെ മരവിച്ച ചുണ്ടില് വിധവ അർപ്പിക്കുന്ന അന്ത്യചുംബനവുമല്ല. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ വളർത്താതെ അമ്മ നൽകുന്ന തൂവൽ പോലുള്ള ചുംബനമാണത്. എന്തേ സൂസൻ, അത് നിനക്ക് അവൾക്ക് കൊടുത്താൽ?
എന്റെ കുഞ്ഞിന്റെ അമ്മയല്ല അവൾ. ഏയ്, Sorry, dear. I'm sorry too. അപ്പോഴത്തെ അവസ്ഥയിൽ ആൻറ്റി അറിയാതെ മോൾക്ക് ആൻറ്റിയോട് ദേഷ്യമുണ്ടോ? ആന്റി അല്ലല്ലോ, അമ്മയാണെന്നല്ലേ പറഞ്ഞത്. തെറ്റ് കാണിച്ച ഞാനല്ലേ? എനിക്ക് എല്ലാവരോടും വെറുപ്പായിരുന്നു. ഞാൻ ഇനി അനുസരിച്ചോളാം, ഈ അമ്മ പറയുന്ന പോലെ. അയ്യോ, എന്തു പറ്റി? ചവിട്ടുന്നു. ഞാൻ ഒന്ന് തൊട്ടോട്ടെ? എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. അമ്മയ്ക്കൊന്ന് സംസാരിച്ചു നോക്കിക്കൂടെ? അവനത് കേൾക്കും. ട്രൈ ഇറ്റ്. ഹായ് ബേബി, ഇത് ഞാനാ. യോ മോം. We all are waiting for you, my sweet angel. We love you. Come soon. ഞാൻ അറിഞ്ഞു. It was magical. സൈറക്ക് കുഞ്ഞാണാണോ പെണ്ണാണോ എന്നറിയണ്ടേ? ഉറപ്പ്? നോ വേ ഡിയർ. അതെന്താ ഡോക്ടർ അനങ്ങിക്കൊണ്ടിരിക്കുന്നത്? അത് കുഞ്ഞു ഭാവയുടെ ഹാർട്ട് ബീറ്റിംഗാ. കാണിച്ചു തരാം. പതിയെ പതിയെ എന്നിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഞാൻ തിരിച്ചറിയുകയായിരുന്നു. പല രാത്രികളിലും കാരണങ്ങളില്ലാതെ ഞാൻ ഞെട്ടി ഉണർന്നു. പൂർണ്ണമായും അപരിചിതനായ ഒരാൾ എൻ്റെ ഉള്ളിൽ നിന്നും എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങിയതുപോലെ. ഞാനൊരു വെജിറ്റേറിയൻ ആണെന്ന കാര്യം എൻ്റെ ഓർമ്മകളിൽ അവൻ ഇല്ലാതാക്കി. ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്നൊരു ഭ്രാന്തിയെ പോലെ പൊട്ടിച്ചിരിപ്പിച്ചു. ഡോക്ടർ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു. ഒരു സ്ത്രീ ഗർഭിണിയാണെന്നറിയുന്ന ആ നിമിഷം മുതൽ അവൾ അമ്മയാണ്. പക്ഷെ പുരുഷൻ അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷമേ അച്ഛനാവുന്നുള്ളൂ എന്ന്.